ഹായ് ഓൾ, നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പവർ സിസ്റ്റം 2 ആണ്. ആ പവർ സിസ്റ്റം 2-ലെ ആദ്യത്തെ ക്വസ്റ്റിനിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം ഓർത്തോളാം, ഈ ഒരു പേപ്പർ നമുക്ക് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചാൽ വളരെ സിമ്പിളായിട്ട് പാസ്സാവുന്നേ ഉള്ളൂ. ഇത് വളരെ എന്നാ പറയുന്നത്, ഒരു ടഫായിട്ടുള്ള പേപ്പർ തന്നെയാണ് നമ്മുടെ ഇലക്ട്രിക്കലിൽ. പക്ഷേ എങ്കിലും നമുക്ക് ആദ്യം തൊട്ടൊന്ന് പഠിച്ചോളാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറയുന്നത് ഈ പറയുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ 110 വോൾട്ട് 440 വോൾട്ട് ട്രാൻസ്ഫോമറാണ്. സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിൽ 2.5 kV ആണ്. ലീക്കേജ് റിയാക്ടൻസ് മെഷർഡ് ഓൺ ലോ വോൾട്ടേജ് സൈഡ് എന്ന് പറയുന്നത് 0.006 ഓം. ഓക്കെ, ഡിറ്റർമിൻ ദ ലീക്കേജ് റിയാക്ടൻസ് ഇൻ പെർ യൂണിറ്റ്. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ പെർ യൂണിറ്റ് കൺസെപ്റ്റാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതിൽ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, സെറ്റ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എക്സ് പെർ യൂണിറ്റ്. ഇവിടെ റിയാക്ടൻസ് പറഞ്ഞുകൊണ്ട് എക്സ് പെർ യൂണിറ്റ് എന്ന് പറയാം. എക്സ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം, എക്സ് ആക്ഷൻ ഡിവൈഡഡ് ബൈ എക്സ് ബേസ്. ഈ എക്സ് ബേസിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഇമ്പിഡൻസ് ബേസിനെ കുറിച്ച് നമ്മൾ പറയുമ്പം നമ്മൾ പറയുന്നത് ഈ പറഞ്ഞു വന്ന kV²/MVA. നമ്മൾ എഴുതുമ്പോൾ അങ്ങനെ തന്നെ എഴുതുകയുള്ളൂ. അത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ നമ്മളെപ്പോഴും നമ്മുടെ സിംപ്ലിസിറ്റിക്ക് വേണ്ടി നമ്മളെപ്പോഴും MVAയിലും KVയിലും മാത്രമേ എഴുതുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വാല്യൂസ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, നമുക്ക് പറഞ്ഞു വരുന്നത് നമുക്ക് വാല്യൂസ് കൊടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞു വന്ന 110, അപ്പോൾ ഇത് 0.1-ലാണ് വരുന്നത്. 0.11² ഡിവൈഡഡ് ബൈ MVAയിൽ പറയുകയാണെങ്കിൽ 2.5 × 10⁻³ നമ്മൾ ഇവിടെ KVയെ മാറ്റി MVA ആക്കി. അപ്പോൾ ഇൻറ്റു ഒരു 10⁻³ കൊടുത്തു. ഇതിനെ നമ്മൾ കിലോ വോൾട്ടിലോട്ട് മാറ്റിയപ്പോൾ 0.0110 എന്നാക്കി. എല്ലാം ക്ലിയറാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മളെന്ത് പറഞ്ഞു, ഈ പറഞ്ഞ വാല്യൂ കിട്ടി. അതാണ് നമുക്ക് എന്ത്, എക്സ് ബേസ്. ആ വാല്യൂ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ പറയുന്ന ആക്ച്വൽ വാല്യൂവിന് ഇവിടെ തന്നിട്ടുണ്ട് 0.06 ഡിവൈഡഡ് ബൈ സെഡ് ബേസ് അല്ലെങ്കിൽ എക്സ് ബേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ ലീക്കേജ് അല്ലെങ്കിൽ പെർ യൂണിറ്റ് വാല്യൂ കിട്ടും. ക്ലിയറാണെന്ന് വിശ്വസിക്കുന്നത്, സിമ്പിളാണ്. അടുത്ത നമ്മൾ പറയുന്നത് ഡിസ്കസ് ദി എഫക്റ്റ് ഓഫ് ഫാൾട്ട് ഇൻ ദ പവർ സിസ്റ്റം. ഫാൾട്ട് പവർ സിസ്റ്റത്തിൽ വന്നുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം നമുക്ക് പറയാവുന്നത് നമ്മുടെ ഈ പറഞ്ഞു വന്ന വോൾട്ടേജിൻ്റെ ഇൻസ്റ്റബിലിറ്റി ഉണ്ടായി, ഫ്രീക്വൻസി മാറി, നമ്മുടെ ഈ പറഞ്ഞു വന്ന അവിടെ നിൽക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള എക്വിപ്മെൻറ്റ്സിനെല്ലാം ഡാമേജ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഒരു ഹസാർഡസ് എൻവയറമെൻറ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഈ പറയുന്ന സിസ്റ്റത്തിൻ്റെ അൺസ്റ്റബിലിറ്റി മൂലം ഈ പറയുന്ന സിസ്റ്റം തന്നെ അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ശരിയല്ലേ? അങ്ങനെ എല്ലാ തരത്തിലും ഈ പറഞ്ഞു വന്ന നമ്മുടെ കേസുകൾ ഓരോന്നായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ എക്വിപ്മെൻറ്റ് ഡാമേജ് ഉണ്ടാകാം, വോൾട്ടേജ് ഇൻസ്റ്റബിലിറ്റി ഉണ്ടാകാം, പവർ ഔട്ട്റേജ് ഉണ്ടാകാം, മെയിൻ്റനൻസ് കോസ്റ്റ് കൂടാറുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു വരുന്നു. അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ 2 ജനറേറ്റർ 10 MVA 13.2 15 MVA 13.2 are connected in parallel bus bar. They feed 2 motors in input 8 MVA 12 MVA operating on the voltage of 12.5 kilovolt. It assumes that the base quantity is 50 MVA and 13.8 kilowatt. Draw the reactance diagram. Percentage reactance of the generator is 15%, motor is 20%. Clear ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്ക് ആദ്യം ഓരോന്നോരോന്നായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം റിയാക്ടൻസ് ഡയഗ്രാം ഒന്ന് വരച്ചു പോവുകയാണെങ്കിൽ ഇത് നേരെ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ബസ് ബാർ വെച്ചിട്ട് നേരെ എങ്ങോട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് 2 മോട്ടറിലേക്ക്. ശരിയല്ലേ? 2 മോട്ടറിലേക്ക്. അവിടെയും നമുക്ക് എന്ത് വരയ്ക്കാം, റിയാക്ടൻസ് വരയ്ക്കാം. ഇതെല്ലാം ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഈ ചർച്ച ചെയ്യുന്ന എല്ലാം സിംഗിൾനെസ് മോട്ടർ തന്നെയാണ്, ഇൻഡക്ഷൻ മോട്ടർ ഒന്നുമല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ സിംഗിൾനെസ് മോട്ടർ ആകുമ്പോൾ ഈ പറഞ്ഞ പടത്തിൽ നമ്മൾ ഒറ്റ കാര്യമുള്ളൂ, എല്ലാത്തിൻ്റെയും എന്തിലെ പെർ യൂണിറ്റിലോട്ട് മാറ്റേണ്ടതുണ്ട്. മുമ്പേ പറഞ്ഞ അതേ സെയിം ബേസ് തന്നെ. അപ്പോൾ ആ പറയുന്ന കേസിൽ നമുക്ക് ഓരോന്നിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഓരോ കേസും വരുന്നുണ്ട്, അത് നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ, ഇതിൻ്റെ എല്ലാം വോൾട്ടേജ് 2 ജനറേറ്റേഴ്സിൻ്റെ വോൾട്ടേജ് 13.2 കിലോവോട്ടാണ്. അപ്പം 13.2 ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ബേസ് എത്രയാണ്, 13.8. ഇവിടെ നമ്മൾ ബേസ് എടുത്തേക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ ഈ പറഞ്ഞു വന്ന നമ്മുടെ ഇത് വർക്ക് ചെയ്യുന്ന എത്ര ഇതാണെന്ന് പറഞ്ഞേക്കുന്നത് 12.5 കിലോ വോൾട്ടിൽ. അപ്പോൾ ഇവിടെ നമുക്ക് ബേസ് വാല്യൂ ഉള്ളത് 13.2 ആണ്. അപ്പോൾ 13.8 ചെയ്യുന്ന സമയത്ത് നമുക്കിതിൻ്റെ എന്ത് കിട്ടി, ഈ പറഞ്ഞ വോൾട്ടേജിൻ്റെ ഈ പറഞ്ഞ പെർ യൂണിറ്റ് വാല്യൂ കിട്ടി.
അപ്പോൾ അത് നമുക്ക് വാല്യൂ കിട്ടി. അതേപോലെ തന്നെ നമുക്കിപ്പം പറഞ്ഞു വരികയാണെങ്കിൽ ഈ പറയുന്ന സിങ്ക്രണസ് ജനറേറ്ററിൻ്റെ കേസിൽ 0.15 ആണ്. അപ്പം സെറ്റ് പെർ യൂണിറ്റ് ജനറേറ്റർ G1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ വാല്യൂ ഉള്ളത് 0.15 ആണ്. പക്ഷേ അത് ഏത് ബേസിലാണ്? ആ ജനറേറ്ററിൻ്റെ ബേസിലാണ്. 10 MVAയും 13.2 ആണ്. അപ്പം നമുക്ക് 0.15 ഇൻറ്റു MVA ബേസ് ന്യൂ. MVA ബേസ് ന്യൂ എത്രയാണ്? നമുക്കിപ്പോൾ ഉള്ള വേണ്ടത് 50 MVA ആണ്. ശരിയല്ലേ? അപ്പോൾ MVA ബേസ് ന്യൂ ഡിവൈഡർ ബൈ പഴയ MVA എത്രയാണ്? നമ്മുടെ ഈ പറഞ്ഞു വന്ന എവിടെയാണ് നമുക്ക് പഴയ MVA ആദ്യത്തെ കേസിൽ 2 ജനറേറ്റർ 10 MVA 10 ഇൻറ്റു നമ്മുടെ ഇപ്പോഴത്തെ ബേസ് 13.8 ആണ്. 13.8 പഴയതാണ് വേണ്ട 13.2 KVA ബേസ് ഓൾഡ് ഡിവൈഡർ ബൈ KVA ബേസ് ന്യൂ ഹോൾ സ്ക്വയർ. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു വരുന്നത് സെറ്റ് പെർ യൂണിറ്റ് ന്യൂ ഈസ് ഈക്വൽ ടു സെറ്റ് പെർ യൂണിറ്റ് ഓൾഡ് ഇൻറ്റു MVA ബേസ് ന്യൂ ഡിവൈഡർ ബൈ MVA ബേസ് ഓൾഡ് ഇൻറ്റു കിലോവോൾട്ട് ബേസ് ഓൾഡ് ഹോൾ സ്ക്വയർ ഡിവൈഡർ ബൈ കിലോവോൾട്ട് ബേസ് ന്യൂ ഹോൾ സ്ക്വയർ. ഈ ഇക്വേഷൻ തന്നെയാണ് ഇത് നമ്മൾ ഡെറൈവ് ചെയ്തിട്ടുണ്ട് ക്ലാസ്സിലൊക്കെ. വളരെ സിമ്പിളാണ് ഈ ഇക്വേഷൻ. ഇതങ്ങ് ഓർത്ത് വെച്ചേക്കുക. കാരണം പെർ യൂണിറ്റ് ഇമ്പിഡൻസിൻ്റെ കേസിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. അപ്പോൾ ആ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നു. അതാണ് ആദ്യത്തെ കേസ്. രണ്ടാമത്തെ കേസ് എന്ത് വന്നു? ഈ പറഞ്ഞു വന്ന 0.15 രണ്ടാമത്തെ കേസിൽ 15 MVA വന്നു. മറ്റെല്ലാം വാല്യൂ സെയിം തന്നെ. അപ്പോൾ ഇതിന് പകരം എന്ത് കൊടുത്തു? ഇത് സെറ്റ് പെർ യൂണിറ്റ് G1 ആണെങ്കിൽ അടുത്ത നമ്മൾ പറയുന്നത് സെറ്റ് പെർ യൂണിറ്റ് G2 ആ വരുന്ന സമയത്ത് ഇതെത്രയായി? 15/15 ആയി. ശരിയല്ലേ? ഇതിൻ്റെ കേസ് എടുക്കുന്നത്. ബാക്കിയെല്ലാം സെയിം തന്നെ. 13.2 ഡിവൈഡഡ് ബൈ 13.8 ഹോൾ സ്ക്വയർ. ഇവിടെ 0.15 ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ആ വാല്യൂ കണ്ടുപിടിച്ചു. അത് രണ്ടുമാണ് Z1 പെർ യൂണിറ്റ് ന്യൂ. ഇത് Z2 G2 G1 പെർ യൂണിറ്റ്. ഇനി മോട്ടറിൻ്റെ കേസ് വരുന്ന സമയത്ത് നമുക്കറിയാം ഈ പറയുന്ന സെറ്റ് പെർ യൂണിറ്റ് M1 അവിടെ സെറ്റ് പെർ യൂണിറ്റ് ഓൾഡ് എത്രയാണ്? 20% ആണ്. നമ്മളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 0.2 ഇൻറ്റു കിലോവോൾട്ടിൻ്റെ കേസിൽ 12.5ഉം ഇവിടെ വന്നത് എത്രയാണ്? 8ഉം. അപ്പം നമുക്കറിയാണ്ട് MVA ന്യൂ എന്ന് പറയുന്നത് 50 ആണ്. MVA ഓൾഡ് എന്ന് പറഞ്ഞാൽ 8 ആണ്. ഹോൾ സ്ക്വയർ ഇൻറ്റു 13 ഇവിടെ എത്രയാണ്? 12.5 ഈ 12.5ഉം ന്യൂ എത്രയാണ്? 13.8. 12.5 ഡിവൈഡഡ് ബൈ 13.8 ഹോൾ സ്ക്വയർ. ഇതേപോലെ തന്നെ ഈ സ്ഥലത്ത് 8ന് പകരം എന്ത് വന്നു? 12 വന്നു. അപ്പോൾ അതെന്തായി? സെറ്റ് പെർ യൂണിറ്റ് M2. ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞു വന്ന ഇത് വെച്ചിട്ട് നമുക്ക് എന്താ വെച്ചാൽ റിയാക്ടൻസ് ഡയഗ്രാം വരയ്ക്കാം. M1 പെർ യൂണിറ്റ് സെറ്റ് പെർ യൂണിറ്റ് M2. ഓക്കെ അല്ലേ? അപ്പോൾ ഇതേപോലെ നമുക്ക് ഇവിടുത്തെ വോൾട്ടേജ് പറയുമ്പോൾ എത്ര കിട്ടും? 12.5 ഡിവൈഡഡ് ബൈ 13.8 അതായിരിക്കും ഇവിടുത്തെ വാല്യൂ. ഇത് 12.5 ഡിവൈഡഡ് ബൈ 13.8 അതായിരിക്കും ഇവിടുത്തെ വോൾട്ടേജിൻ്റെ വാല്യൂ വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതായിരിക്കും എൻ്റെ റിയാക്ടൻസ് ഡയഗ്രാം വരുന്നത്. ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഡിസ്കസ് ദി എഫക്റ്റ് ഓഫ് ഫാൾട്ട് ഇൻ ദ പവർ സിസ്റ്റം. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഈ പറയുന്ന ഫാൾട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ വോൾട്ടേജ് ഇൻസ്റ്റബിലിറ്റി ഉണ്ടാക്കി, ഈ പറഞ്ഞു വന്ന നമ്മുടെ ഫ്രീക്വൻസി മാറ്റി, നമ്മുടെ ഈ പറയുന്ന സിസ്റ്റം ഹസാർഡസ് ആക്കി, അല്ലെങ്കിൽ നമുക്ക് മെയിൻ്റനൻസ് ഡാമേജ് ഉണ്ടാക്കി, നമ്മുടെ ഈ പറയുന്ന എക്യുപ്മെൻറ്റ്സിന് ഡാമേജ് ഉണ്ടാക്കി, അങ്ങനെയുള്ള എല്ലാം ഫാൾട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കേണ്ട ആവശ്യമുണ്ട്. വാട്ട് യു മീൻ ബൈ സിമെട്രിക്കൽ ഫാൾട്ട്? സിമെട്രിക്കൽ ഫാൾട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ ഫേസിലും ഒരേപോലെ ഫാൾട്ട് ഉണ്ടാകും. അതിന് ഉദാഹരണമാണ് 3 ഫേസ് ഫാൾട്ട്. 3 ഫേസ് ടു ലൈൻ ഫാൾട്ട് അല്ലെങ്കിൽ 3 ഫേസ് ഫാൾട്ട് ഓർ 3 ഫേസ് ടു ഗ്രൗണ്ട് ഫാൾട്ട്. ഏതായിരുന്നാലും എന്ത് തന്നെയാണ് സിമെട്രിക്കൽ ഫാൾട്ടിനകത്ത് വരുന്നത്. ഓക്കെ. ഇനി ഡ്രോ ദ സീക്വൻസ് ഓഫ് എ സ്റ്റാർ ഡെൽറ്റ. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്.
സ്റ്റാർ ആണെങ്കിൽ എല്ലാം ഗ്രൗണ്ടോടാണ്. ഗ്രൗണ്ടോട് അല്ല എങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഓപ്പൺ ആക്കി ഇട്ട് വെച്ച്, ശരിയല്ലേ? ഇതായിരിക്കും നമ്മളെ പടം വരുന്നത്. ഇനി ഗ്രൗണ്ടിലുണ്ടെങ്കിലോ ഇത് ഷോർട്ടായിരിക്കും. ക്ലിയറാണ്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഏതിൻ്റെ കേസ്, നമ്മുടെ സ്റ്റാർ ഡെൽറ്റ ആണെങ്കിൽ എന്ത് പറയാം, ഇത് ഓപ്പൺ ആയിരിക്കും, ഇത് ഷോർട്ടായിരിക്കും. എല്ലാം ക്ലിയറാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. സിമ്പിളായിട്ട് ഇത് ആൻസർ ചെയ്യുക. അടുത്ത പെരിയോഡ് റെപ്രസെൻറ്റേഷൻ ഇലക്ട്രിക്കൽ ഡിസ്റ്റോർഡ് ദ അഡ്വാൻറ്റേജസ്. നമുക്കറിയാം, നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു, ഒറ്റയ്ക്ക് പോയിൻ്റാണ് നമ്മൾ ആദ്യം തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാണയം നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? ഈ പറഞ്ഞു വന്ന ഡോളറിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് നാണയത്തിലോട്ടാക്കുമ്പോഴേ അല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തിലുള്ള വിപണിയിൽ നമ്മൾ നാണയത്തിനെ ലോക വിപണിയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരാളെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, ഡോളറിനെ യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും ഡോളറിൽ കച്ചവടം നടത്തുന്നത്, മറ്റ് രാജ്യങ്ങൾ തമ്മിൽ വരുന്ന വാണിജ്യം. ഇതേ സെയിം ഡീറ്റെയിലാണ് നമ്മൾ അതിന് ഉദാഹരണം പറഞ്ഞത്. പെർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഏത് ഇതിൽ വരുന്ന ഏത് ഡിഫറൻറ്റ് വോൾട്ടേജ് ആയിരുന്നാലും, സിംഗിൾ ഫേസ് ആയിരുന്നാലും 3 ഫേസ് ആയിരുന്നാലും എല്ലാത്തിനെയും ഒറ്റ കുടക്കീഴിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞ പോലെ ഒരു ഇലക്ട്രിക്കൽ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു ബേസ് ഉണ്ടാക്കുന്ന എടുക്കുക, അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൽ എല്ലാത്തിനെയും പറയുക. അങ്ങനെ പറയാൻ വേണ്ടിയാണ് പെർ യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. നമ്മളന്ന് പറഞ്ഞിരുന്നു. അഡ്വാൻറ്റേജ് എല്ലാം പറഞ്ഞതാണ്. എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫാൾട്ട് ആൻഡ് വാട്ട് ഇസ് ദ റോൾ ഓഫ് സിമെട്രിക്കൽ കമ്പോണൻറ്റ് ഇൻ ദ ഫാൾട്ട് അനാലിസിസ്. നമുക്കറിയാം, ഈ പറയുന്ന നമ്മുടെ സിമെട്രിക്കൽ ഫാൾട്ട് എന്ന് പറയുന്നുണ്ട്. അവിടെ സിമെട്രിക്കൽ കമ്പോണൻ്റ് ആണ് ഇവിടെ ചോദിച്ചത്. സിമെട്രിക്കൽ കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്, നെഗറ്റീവ്, സീറോ സീക്വൻസിൻ്റെ വെച്ചിട്ട് നമുക്ക് ഗ്രൗണ്ടിലുള്ള വോൾട്ടേജ് കണ്ടുപിടിക്കാൻ പറ്റും. പോസിറ്റീവ് സീക്വൻസ് വെച്ചാൽ നമ്മുടെ ബിഫോർ ഫാൾട്ട് ആ പറയുന്ന സിസ്റ്റം എങ്ങനെ ബിഹേവ് ചെയ്തു, അതിൻ്റെ അകത്ത് എത്ര പെർസെൻറ്റേജ് ഫാൾട്ടിന് ശേഷവും ആ പറയുന്ന ലൈവ് കണ്ടൻറ്റ് അല്ലെങ്കിൽ ആ പോസിറ്റീവ് സീക്വൻസ് ഉണ്ട്. അതാണ് അതോട് ഉദ്ദേശിക്കുന്നത്. നെഗറ്റീവ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ റിവേഴ്സ് വോൾട്ടേജിൽ അല്ലെങ്കിൽ റിവേഴ്സ് സ്പീഡിൽ കറങ്ങുന്ന, അല്ലെങ്കിൽ ഒരു മെഷീനിൽ നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ന സ്പീഡിൽ കറങ്ങുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്ന കമ്പോണൻ്റ് എത്രയുണ്ട്, അതാണ് ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് കമ്പോണൻ്റ് സിഗ്നിഫിക്കൻസ്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ അത് മാത്രമല്ല, ഈ പറഞ്ഞു വന്ന 9 വേരിയബിളായിട്ട് മാറുന്നുണ്ടെങ്കിൽ കൂടിയും RYB അല്ലെങ്കിൽ 3 ഫേസിനെ നമ്മൾ വീണ്ടും മാറ്റുമ്പോൾ നമുക്ക് എന്തുമാത്രം മതി, പോസിറ്റീവ് സീക്വൻസിൻ്റെയും നെഗറ്റീവ് സീക്വൻസിൻ്റെയും സീറോ സീക്വൻസിൻ്റെയും ഓരോരോ കമ്പോണൻറ്റ് കിട്ടിയാൽ മതി, ബാക്കി 9 ഡിറൈവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഇതിനെ അല്ലെങ്കിൽ അൺസിമെട്രിക്കലായിട്ടുള്ള ഫാൾട്ടിനെ നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും, സിമെട്രിക്കലായിട്ടുള്ളൊരു പോസിറ്റീവ്, നെഗറ്റീവ്, സീറോ സീക്വൻസ് കമ്പോണൻറ്റിലോട്ട് മാറ്റാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ അതൊക്കെയാണ് അഡ്വാൻറ്റേജ്. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, എന്നാലും നമ്മൾ ഇവിടെ വെച്ച് ഒന്നുകൂടെ പറയുന്നു. ഓക്കെയാണ്. അടുത്ത നമ്മൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പ്രൂവ് ദി പെർ യൂണിറ്റ് ഇംപെഡൻസ് ഓഫ് ദി റിമെയിൻ സെയിം ആസ് റെഫർ ടു പ്രൈമറി ആൻഡ് സെക്കൻഡറി ഓഫ് ദി ട്രാൻസ്ഫോമർ. നമ്മളിത് ഓൾറെഡി ഡിറൈവ് ചെയ്തതാണ്. അവിടെ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചറിയോ, നമ്മുടെ ഇക്വേഷൻ നമ്മൾ പറയുകയാണെങ്കിൽ Z1 പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു Z1 പെർ യൂണിറ്റ് Z1 per unit plus Z2 by K square. ഓക്കെ അല്ലേ? അപ്പോൾ ഈ പറഞ്ഞു വന്ന നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ഈ പറയുന്നത്, ഇത് സെക്കൻഡറിയിൽ ഈ പറഞ്ഞു വന്ന എന്താണ് ഇമ്പിഡൻസ് ആണ്. അതിന് റെഫർ ടു പ്രൈമറി ആക്കിയാണ് നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത്. ഈ കേസിൽ നമ്മളിപ്പോൾ എന്താ പറഞ്ഞു വരുന്നത്, ഇവിടെ നമ്മൾ എന്തുകൊണ്ട് പെർ യൂണിറ്റ് ആക്കുന്ന സമയത്ത് നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ ടൈമിൽ നമ്മൾ നമ്മുടെ സെഡ് വാല്യൂവിനെ എന്തുകൊണ്ട് ബേസ് കൊണ്ട് Z1 ബേസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊന്നുകൂടെ പറയാം, ഈ Z1 ബേസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ Z1 ബേസ് ഇൻറ്റു K സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് കിട്ടും Z2 ബേസ് എന്ന് തന്നെ കിട്ടും. Z2 ബേസ് എന്ന് തന്നെ കിട്ടും. അപ്പോൾ അവിടെ നമുക്ക് എന്ത് പറയാം, ഈ പറഞ്ഞ നമ്മുടെ പെർ യൂണിറ്റ് ഇമ്പിഡൻസ് Z1 പെർ യൂണിറ്റ് തന്നെയായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, Z2 പെർ യൂണിറ്റ്. അതുപോലെ ഒരു തിരിച്ച് നമുക്ക് എഴുതാം. അപ്പോൾ ഇത് ഡിറൈവ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ പറയാത്തത്. എനിവേ ഈ പറഞ്ഞു വന്ന ഡെറിവേഷൻ ഓർത്ത് വെച്ചിട്ടുണ്ട്. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ദ ഫാൾട്ട് ആൻഡ് ഡ്രോ ദ ഇൻട്രാക്ഷൻ ഓഫ് സീക്വൻസ് നെറ്റ്വർക്ക് ഫോർ ദ ഫോളോയിങ് ഫാൾട്ട് ഓഫ് ടെർമിനൽ. കുറേ അൺലോഡഡ് ജനറേറ്റർ, സിംഗിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫാൾട്ട്, ലൈൻ ടു ലൈൻ ഗ്രൗണ്ട് ഫാൾട്ട്, പിന്നെന്താ ഉള്ളത് LLG ഫാൾട്ട്.
ഈ 3 ക്വസ്റ്റ്യൻസും നിർബന്ധമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. ഡിറൈവ് ഞാനിവിടെ ചെയ്യുന്നില്ല. സത്യത്തിൽ പറഞ്ഞാൽ ഇത് ഡിറൈവിൻ്റെ അത് ഓൾറെഡി നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട് ക്ലാസ്സിൽ. ഇവിടെ ഡെറിവേഷൻ ഈ പറഞ്ഞ ഡെറിവേഷൻ ഓർത്ത് വെക്കാതെ പോകാതെ, കാരണം ഞാൻ ഉറപ്പ് പറയുന്നു ഇതിൻ്റെ പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾക്ക് ആൻസർ കിട്ടുമെന്ന് ഉറപ്പ് ഞാൻ പറയുന്നില്ല. കാരണം എന്താണെന്നറിയോ, ഇവിടെ തെവനിൻ ഇക്വലൻ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ പറയുന്ന റിയാക്ടൻസ് ഡയഗ്രം നിങ്ങൾ വരയ്ക്കേണ്ടി വരും. ഇതെല്ലാം കഴിഞ്ഞേച്ച് സിമെട്രിക്കൽ കറണ്ട് കമ്പോണൻ്റാണ് കൂടുതലും ചോദിക്കാറ്. ആ സിമെട്രിക്കൽ കറണ്ട് കമ്പോണൻറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് ബിഫോർ ഫാൾട്ടിന് മുന്നുണ്ടായിരുന്ന കറണ്ട് കണ്ടുപിടിക്കണം, ഫാൾട്ടിന് ശേഷമുള്ള കറണ്ട് കണ്ടുപിടിക്കണം, എന്നിട്ട് ഇത് ആഡ് ചെയ്യണം, എന്നിട്ട് ബേസ് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇറ്റ് വിൽ ടേക്ക് എ സം ടൈം. ഇനി ഏത് സമയത്ത് അതിനകത്ത് തെറ്റുണ്ടാകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാ തവണയും ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഓർണം, അതും പ്രത്യേകിച്ച് അൺലോഡഡ് ജനറേറ്ററിൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. 10 മാർക്കിന് ക്വസ്റ്റ്യനാണ്, ഒരിക്കലും കളയരുത്. ഇത് നിങ്ങളിവിടെ നോക്കിയാൽ കാണാം. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ദ ഫാൾട്ട് കറണ്ട് ഓഫ് ലൈൻ അൺലോഡഡ് ജനറേറ്റർ, ഡ്രോ ദ ഇക്വലന്റ് ഷോയിങ് ദെയർ ഇന്റർകണക്ഷൻ നെറ്റ്വർക്ക് സിമുലേറ്റ് ദ ലൈൻ ടു ലൈൻ ഫാൾട്ട്. ഇവിടെ എല്ലാം ഫാൾട്ടാണ് ചോദിച്ചത് ജൂൺ 2022. അടുത്ത ഇവിടെ നിങ്ങൾക്ക് അടുത്ത പോർഷനിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് സിങ്ക്രണസ് ജനറേറ്റർ, അത് പ്രോബ്ലമാണ്. പിന്നെ 3 ഫേസ് അൺസിമെട്രിക്കൽ സിസ്റ്റം, കറണ്ട് ഫ്ലോയിങ് ത്രൂ ഡെൽറ്റ കണക്ടർ, അത് നമുക്ക് വേറെ ക്വസ്റ്റ്യനാണ്. അടുത്ത ഇവിടെ നമുക്ക് എക്സ്പ്ലെയിൻ ദ ആൾട്ടർനേറ്റർ, ഇതും പ്രോബ്ലമാണ്. ലൈൻ ടു ഗ്രൗണ്ട് വോൾട്ടേജ്, derive the expression fault current of line to ground fault of unloaded generator equivalent network of a connection similar to a single line to ground fault. ഇത് കാണുന്നുണ്ട് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാ തവണയും ഓരോ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് പറയാൻ കാരണം. ഇപ്പം നമ്മുടെ ഇതിൻ്റെ ഡെറിവേഷനാണ്, ഇപ്പം നമ്മൾ പറഞ്ഞ ഡെറിവേഷനാണ് ഇവിടെ എഴുതി വെച്ചിരുന്നത്. അത് നിങ്ങൾക്ക് ഈ പറയുന്ന PPT-ക്കകത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് ഡെറൈവ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഇതാണ് ഡെറൈവ് ചെയ്യാം. പറഞ്ഞു വന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ പറഞ്ഞു വന്ന Z1 = ZP പ്ലസ് Z1 = ZP പ്ലസ് ZS/A². അതേപോലെ തന്നെ Z1 per unit = Z1/Z ബേസ് വന്നു. അപ്പോൾ ആ പറയുന്ന അതേ ഇക്വേഷൻ വന്നു, നമ്മൾ പറഞ്ഞ ഇക്വേഷൻ വന്നു. അവിടെ A² × Z1 നമ്മൾ പറഞ്ഞു Z2 ബീറ്റയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് Z1 per unit എന്ന് പറഞ്ഞാൽ Z1 per unit പ്രൈമറിയുടെ per unit പ്ലസ് സെക്കൻഡറിയുടെ per unit. ഇനി സെക്കൻഡറി സൈഡിൽ പറയുകയാണെങ്കിൽ A² അല്ലെങ്കിൽ K² എന്നുള്ള ടൈം വന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്തറിയാം, Z2 ബി കൊണ്ടാണ് നമ്മൾ ഇതെന്ത് ചെയ്യുന്നത്, നമ്മൾ ബേസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അവിടെ അപ്പം A²/Z2B എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാം, ZP per unit ആണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഈ പറഞ്ഞു വന്ന ഇമ്പിഡൻസ്, പെർ യൂണിറ്റ് ഇമ്പിഡൻസ് ഓഫ് ദ ട്രാൻസ്ഫോമർ പ്രൈമറി എന്നാണെങ്കിലും സെക്കൻഡറി എന്നാണെങ്കിലും നമുക്ക് നോക്കിയാൽ തന്നെ കിട്ടുള്ളൂ, സെയിം തന്നെ കിട്ടുള്ളൂ. ഇതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഒരു കാര്യം പറയുന്നത് കറണ്ട് ലിമിറ്റിംഗ് റിയാക്ടർ. ഇത് ഞാൻ ക്ലാസ്സിൽ എടുത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നത്. ഇതോടൊന്ന് ഓർത്ത് വെച്ചേക്കാം. നമ്മൾ പറഞ്ഞു വന്ന കറണ്ട് ലിമിറ്റ് റിയാക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡക്ടർ കോയിൽ തന്നെയാണ്. ഇത് ഈ പറയുന്ന PPT ഞാൻ ഇതിലിട്ടേക്കാം, നിങ്ങളത് നോക്കിയാൽ മതി. അപ്പോൾ ഇതൊരു ലാർജ് ഇൻഡക്റ്റൻസ് ആണ്. ഈ ലാർജ് ഇൻഡക്റ്റൻസ് നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ നമ്മുടെ ഷോർട്ട് സർക്യൂട്ട് കറണ്ടിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അത് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ പല സ്ഥലങ്ങളിൽ യൂസ് ചെയ്യാറുണ്ട്. ജനറേറ്റർ സൈഡ് യൂസ് ചെയ്യാറുണ്ട്, ഫീഡർ സൈഡ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ള ജസ്റ്റ് ഒന്ന് പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഒറ്റ കാര്യമുണ്ട്, ഓർത്തിരിക്കേണ്ട ലിമിറ്റിംഗ് ദ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ഡ്യൂറിങ് ദ ഫാൾട്ട് കണ്ടീഷൻ. അതിനുവേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കറണ്ട് ലിമിറ്റർ വെക്കുന്നത്. ഇനിയും ഇതുകൊണ്ടുണ്ട് ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഒബ്വിയസ്ലി ഇൻഡക്ടറാണ്. ഇൻഡക്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പെട്ടെന്നുള്ള കറണ്ടിനെ കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്, ഈ ഷോർട്ട് സർക്യൂട്ട് കറണ്ടിനെ എല്ലാം ഒഴിവാക്കി തരുന്നുണ്ട്, അല്ലെങ്കിൽ ചെറുതാക്കി തരുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് കുറയ്ക്കുന്നുണ്ട്. പക്ഷേ ഇത് ഒബ്വിയസ്ലി എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞു വന്ന ഇൻഡക്റ്റൻസ് എഫക്റ്റ് കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ വോൾട്ടേജ് പ്രൊഫൈൽ ഡിക്രീസ് ആവും. നമ്മുടെ എന്ത് വേണം പറയാം, നമുക്ക് വോൾട്ടേജ് റെഗുലേഷൻ അല്ലെങ്കിൽ ഡിറ്ററേറ്റ് ചെയ്യും. അങ്ങനെയെല്ലാം നമുക്ക് പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്. എങ്കിലും വി ആർ സോ കൺസേൺ അബൌട്ട് ഷോർട്ട് സർക്യൂട്ട് ഫാൾട്ട് കറണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, റിയാക്ടർ യൂസ് ചെയ്യും. അപ്പോൾ ഇനി കറണ്ട് വോൾട്ടേജ് റിയാക്ടർ ഓൾസോ റെഡ്യൂസ് ദ വോൾട്ടേജ് ഡിസ്റ്റർബൻസ് ഇൻ ദ റെസ്റ്റ് ഓഫ് ദ സിസ്റ്റം. ഇറ്റ് ഈസ് ഇൻസ്റ്റാൾഡ് ഫീഡർ ആൻഡ് ടൈസ് ആൻഡ് ജനറേറ്റർ. കേട്ടോ, ഫീഡറിൽ യൂസ് ചെയ്യും, ടൈസിൽ യൂസ് ചെയ്യും. ഇൻ ജനറേറ്റർ ലീഡ്സ് ബെസ്റ്റ് സെക്ഷൻ റെഡ്യൂസിങ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ആൻഡ് എഫക്റ്റ് ഓഫ് ദി റെസ്പെക്റ്റീവ് വോൾട്ടേജ് disturbance. The current limiting reactor reduces the flow of short circuit current so as to protect the applicants of mechanical stress and overheating. The current reactor reduces the magnitude of voltage disturbance which is caused by short circuit. They limit the fault current in flow in the healthy feeder part of the system, thereby avoiding the fault of spreading. This increases the chance of continuing the supply. ഇതെല്ലാം നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി, സിമ്പിൾ തന്നെയാണ് പറയുന്നത്. ഡ്രോബാക്ക് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു കറണ്ട് ലിമിറ്റ് റിയാക്ടർ ആസ് ഫോളോസ്. ദ റിയാക്ടർ ഈസ് നെറ്റ്വർക്ക് പെർസെൻറ്റേജ് ഓഫ് റിയാക്ടൻസ് സർക്യൂട്ട് ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇറ്റ് ഡിക്രീസ് ദ പവർ ഫാക്ടർ, ദസ് റെഗുലേഷൻ ബിക്കംസ് പുവർ. വോൾട്ടേജ് റെഗുലേഷനാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത ലൊക്കേഷൻ പറയുകയാണ്. ഇതും ചോദിക്കുന്നത് തന്നെയാണ്. ഇതിൻ്റെ ലൊക്കേഷനോട് നമ്മൾ എഴുതേണ്ടതുണ്ട്. റിയാക്ടർ ആർ ലൊക്കേറ്റഡ് ഇൻ ഡിഫറെൻറ്റ് ലൊക്കേഷൻ പവർ സിസ്റ്റം. ജനറേറ്റർ റിയാക്ടർ, ഫീഡർ റിയാക്ടർ, ബസ് ബാർ റിയാക്ടർ.
ഇതാണ് നമ്മൾ പറയുന്നത് ജനറേറ്റർ റിയാക്ടർ. അപ്പോൾ അത് ജനറേറ്റർ സൈഡിൽ തന്നെയാണ് വെക്കുന്നത്. ഇവിടെ അപ്പം പക്ഷേ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞു വന്ന ഫാൾട്ട് ഒക്കർ ഇൻ ദ വൺ ഫീഡർ, ഏതെങ്കിലും ഒരു ഫീഡറിൽ ഒരെണ്ണത്തിൽ ഇതുണ്ടായാൽ തന്നെയും ഈ പറഞ്ഞ ഹോൾ സിസ്റ്റം വിൽ അഫക്റ്റ് ചെയ്യും പാടില്ല. ശരിയല്ലേ? ഇതേപോലെ തന്നെ രണ്ടാമത്തെ കേസ് പറഞ്ഞത് ഫീഡർ റിയാക്ടറാണ്. അത് നമുക്ക് ഓക്കെ അറിയാം, ഓരോ ഫീഡറിലാണ് കൊണ്ടുവച്ചേക്കുന്നത്. Connected in series with a feeder is called a feeder reactor. When the fault occurs on a one feeder, voltage occurs only in the reactor. Bus bar is not affected much. ശരിയല്ലേ? ഇപ്പോൾ ഇവിടെ ഒരു ഇതാക്കിയാൽ ഈ ഒരു ഫീഡറിൽ മാത്രമേ അഫക്റ്റ് ചെയ്യുള്ളൂ, മറ്റേതൊന്നും അഫക്റ്റ് ചെയ്യില്ല. അതേപോലെ ഇത് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫാൾട്ട് ഒക്കർ ഇൻ ദ ഫീഡർ വിൽ നോട്ട് അഫക്ട് ദ അതർ ഫീഡർ. അത് തന്നെ പറഞ്ഞു. അടുത്ത ബസ് ബാർ ഫീഡർ. ബസ് ബാർ ഫീഡറിൻ്റെ കേസിൽ ബസ് ബാർ റിയാക്ടർ. When the reactor is inserted in the bus bar, then it is called a bus bar reactor. ഇവിടെ നോക്കിയാൽ കാണാം ബസ് ബാറിൻ്റെ അടുത്താണ് വെച്ചിരിക്കുന്നത്. ഇത് കോൺസ്റ്റന്റ് ലോസ് ഓഫ് ദ റിയാക്ടർ ഈസ് അവോയ്ഡഡ് ബൈ ഇൻസേർട്ടിംഗ് ദ റിയാക്ടർ ഇൻ ദ ബസ് ബാർ. ഇൻ ദിസ് സിസ്റ്റം ഓൺലി എ സ്മോൾ പവർ ഫ്ലോ ത്രൂ ദ റിയാക്ടർ ഡ്യൂറിങ് നോർമൽ കണ്ടീഷൻ. ആ ബസ് ബാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ അകത്ത് ഫ്ലോ ചെയ്യുന്നതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് ലോസ് കുറവായിരിക്കും. In short circuit, the feeder only generator feed the fault directly by passing the reactor. Sometimes the bus bar sanctioned and the reactor is included only between the section of the bus. Section of the bus മാത്രമായിട്ട് ഇൻക്ലൂഡ് ചെയ്യിക്കാറുണ്ട്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് നമ്മളത് പറഞ്ഞതേ ഉള്ളൂ. നമ്മളിനി നമ്മുടെ ക്വസ്റ്റിലേക്ക് തന്നെ തിരിച്ചു പോകും. അപ്പോൾ ഒരു കാര്യം നിങ്ങളോട് ഇപ്പോൾ പറയുന്നത് വ്യക്തമായിട്ട് ഓർത്തിരിക്കുക. ഇതെല്ലാം നമ്മൾ ചെയ്തതല്ലേ, സീറോ സീക്വൻസ് ചെയ്തു കഴിഞ്ഞു. അടുത്ത ഇവിടെ നമ്മൾ പറഞ്ഞപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിറൈവ് ചെയ്യുന്ന കാര്യം, ഇത് 3 ക്വസ്റ്റ്യനും ഏതൊക്കെയാണ്? ഗ്രൗണ്ട് ടു ലൈൻ ടു ഗ്രൗണ്ട്, LGA, LL ആൻഡ് LLG. ഈ 3 കേസും കൃത്യമായിട്ട് പടം വരയ്ക്കണം. അതിൻ്റെ എവിടം വരെ വരയ്ക്കേണ്ടതുണ്ട്? നമ്മൾ ഈ പറഞ്ഞു വന്ന അതിൻ്റെ സീക്വൻസ് നെറ്റ്വർക്ക് കൂടെ വരച്ചിട്ടേ നിർത്താവുള്ളൂ. അവിടെ അതിൻ്റെ ഇക്വേഷൻ എല്ലാം ഡിറൈവ് ചെയ്തിരിക്കണം. ആ പറഞ്ഞു വന്ന് നമ്മൾ ഇതെല്ലാം ഡിറൈവ് ചെയ്തിട്ടുണ്ട് നമ്മൾ ക്ലാസ്സിൽ. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് മാർക്ക് കിട്ടുന്ന പോർഷൻ തന്നെയാണിത്. ഞാനിവിടെ പറയുന്ന എൻ്റെ പ്രിഫറൻസ് പറയുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നല്ല വൃത്തിയായിട്ട് എഴുതി പഠിക്കുക. അതിനുശേഷം നിങ്ങൾ ഈ പറഞ്ഞു വന്ന ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന ചെറിയ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതുകൂടെ പഠിച്ചിട്ട് പോവുക. നിങ്ങൾക്ക് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും കിട്ടും, ഈ 4 മാർക്കിൻ്റെ കിട്ടും, ഈ ഒരു ഇക്വേഷനും കിട്ടും. ഇതൂടെ ചെയ്യുക. പിന്നെ മറ്റേ ക്വസ്റ്റിൻ്റെ പ്രോബ്ലത്തിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യേണ്ടെന്നല്ല, അത് നമുക്ക് കാണിക്കാം. അതെങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇനി നിങ്ങൾക്ക് ഒരു ഓപ്ഷനും കിട്ടുന്നില്ല എങ്കിൽ വി ക്യാൻ ഡു ദാറ്റ്. ഓക്കെ. അപ്പോൾ എനിവേ ഞാൻ പറയുന്നത് അത് ലാസ്റ്റ് പ്രിഫറൻസ് ആയിട്ടേ പറയുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചാടിക്കയറി അത് ചെയ്യാൻ നിൽക്കരുത്, തെറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ ഡെറിവേഷൻ പഠിക്കാൻ ഒരു പാടുമില്ല, വളരെ സിമ്പിളാണ്. കാരണം ഈ ഡെറിവേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ തന്നെയാണ് നമുക്ക് LG ഫാൾട്ടിൻ്റെ ക്വസ്റ്റ്യൻ വന്നാലും ഒക്കെ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അറിയേണ്ട ഇക്വേഷനാണത്. നമ്മുടെ അതിൻ്റെ എന്നാ പറയുന്നത്, നമ്മുടെ മെയിൻ പോർഷൻ അത് തന്നെയാണ്. അതുകൊണ്ട് അതിനകത്ത് ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഈ 3 ഫാൾട്ടിന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ അതുണ്ടാവുക ഇല്ല എങ്കിൽ നിങ്ങൾ നേരെ എവിടെ പോവുക, നമ്മുടെ ഈ പറഞ്ഞു വന്ന ഡെറിവേഷനല്ല ഈ പറഞ്ഞ പ്രോബ്ലത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അത് ചെയ്യാം. പക്ഷേ ലാസ്റ്റ് ചാൻസ് ആയിട്ട് മാത്രം അത് എടുക്കാവുള്ളൂ. അപ്പോൾ എനിവേ നമുക്കൊന്നുകൂടെ പറയാം. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് കറണ്ട് ലിമിറ്റ് ഇൻ റിയാക്ടർ ഇൻ ദ പവർ സിസ്റ്റം വേർ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ്? അതാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്, ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇത് ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ദ ഫാൾട്ട് കറണ്ട് ഇൻ ദ ലൈൻ ജനറേറ്റർ ഡ്രോ ദ ഇക്വലന്റ് ഷോയിങ് ദ നെറ്റ്വർക്ക് സിമിലർ ടു ലൈൻ ഫാൾട്ട്. ഇവിടെ LG ഫാൾട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അത് ഉറപ്പായിട്ട് പഠിച്ചു വെച്ചേക്കുക. വീണ്ടും ചോദിച്ചേക്കുന്നത് കറണ്ട് ലിമിറ്റാണ്. ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എപ്പോഴും റിപ്പീറ്റിംഗ് ആണ്, ഇതൊക്കെ തന്നെ ചോദിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകാം. Reason, the neutral grounding impedance Zn appears 3 Zn in the zero sequence network. എന്താണ് കാരണം? നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഇവിടെ ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും പറയുകയാണെങ്കിൽ നമ്മുടെ സീറോ സീക്വൻസിൻ്റെ കേസിൽ A0 ZA1 B0 ZC0 ഈ 3 കമ്പോണൻറ്റും ശരിക്കും പറഞ്ഞാൽ ഒരേ ഡയറക്ഷൻ തന്നെയാണ്. അതുകൊണ്ട് അത് അഡിറ്റീവായിട്ട് വരും. അതാണ് ശരിക്കും പറഞ്ഞാൽ എന്തുണ്ടാക്കുന്നത് 3 Zn എന്ന് പറഞ്ഞത്. Zn എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ന്യൂട്രലുള്ള കമ്പോണൻ്റ് അല്ലെങ്കിൽ ഇമ്പിഡൻസ് ആണ്. അതിന് 3 ഇരട്ടിയായിട്ടേ കാണുള്ളൂ. കാരണം A എന്ന് പറഞ്ഞും B എന്ന് പറഞ്ഞും C എന്ന് പറഞ്ഞും വരുന്ന 3 സീറോ കമ്പോണൻറ്റും എന്ത് തന്നെയാണ്, സെയിം സീക്വൻസ് അല്ലെങ്കിൽ സെയിം ഡയറക്ഷനിൽ തന്നെയാണ്. അതുകൊണ്ട് അത് അഡിറ്റീവാണ്. അതുകൊണ്ടാണ് 3 Zn ഉണ്ടാകുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത് ചോദിച്ചേക്കുന്നത് സീറോ സീക്വൻസ് നെറ്റ്വർക്ക് കറണ്ട് കനോട്ട് ഫ്ലോ ഇൻ ദ ലൈൻ കറണ്ട് ഓഫ് എ ഡെൽറ്റ കണക്ടർ സിസ്റ്റം. ഒബ്വിയസ്ലി അത് പോകില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഡെൽറ്റ കണക്ഷനിൽ എന്താണ്, ഈ പറഞ്ഞു വന്ന ഇത് ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഈ പറഞ്ഞു വന്ന ഫേസിലുള്ള കമ്പോണൻറ്റ് സീറോ സീക്വൻസ് കമ്പോണൻറ്റ് ഇതിൽ തന്നെ റൊട്ടേറ്റ് ചെയ്തു.
അതിന് പുറത്ത് പോകാൻ കഴിയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ലൈൻ കറണ്ട് വരുന്ന സമയത്ത് ഈ പറഞ്ഞ രണ്ടും കൂടെ മൈനസായിട്ടാണ് വരുന്നത്. രണ്ടും ഒരേ രീതിയിൽ തന്നെ ഇപ്പോൾ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്. സെയിം വാല്യൂവും സെയിം ഡയറക്ഷനും തന്നെ ആയതുകൊണ്ട് രണ്ടും തമ്മിൽ മൈനസ് ചെയ്തു പോകും. ലൈനിൽ ഒരിക്കലും എന്തുണ്ടാവില്ല, 0 സെക്കൻഡ്സ് കമ്പോണൻ്റ് ഉണ്ടാവില്ല. കാരണം ഇപ്പോൾ ABC എന്നാണെങ്കിൽ ഇവിടെയുള്ള കറണ്ട് IA, ഇങ്ങോട്ടുള്ള കറണ്ട് IB, ഇങ്ങോട്ടുള്ള കറണ്ട് IC. അപ്പോൾ ഇവിടെ IAB എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, IA0 മൈനസ് IB0 എന്ന് പറയുന്ന കമ്പോണൻ്റ് ഉണ്ടാവും. ഇത് 0 ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ അതാണ് കാരണം. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. സിങ്ക്രണസ് ജനറേറ്റർ ഇതൊരു പ്രോബ്ലമാണ്. നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ഇവിടെ ഫാൾട്ട് കറണ്ട് ഇൻ്റർ കണക്ഷൻ ടെർമിനൽ അൺലോഡഡ്. ഏതാണ് ഫാൾട്ട് കറണ്ട് ഇൻ്റർ സീക്വൻസ് ടോട്ടൽ ലൈൻ ടു ഗ്രൗണ്ട് ഫാൾട്ട് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതപ്പോൾ ഓർത്തിരിക്കുക, ഇത് LG ഫാൾട്ട് എന്തായാലും ചെയ്ത് പഠിക്കുക. ഓക്കെ അല്ലേ? അടുത്ത് നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യാം. ഈ ഒരു പ്രോബ്ലം നോക്കാം. 3 phase അൺസിമെട്രിക്കൽ സിസ്റ്റം കറണ്ട് ഫ്ലോയിങ് ടുവേഴ്സ് ദ ഡെൽറ്റ കണക്റ്റഡ് ലോഡ്. IA തന്നിട്ടുണ്ട്, IB തന്നിട്ടുണ്ട്. IB എത്രയാണ്? 90 ആണ്. ഇവിടെ IB തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് എന്തറിയാം, IC കണ്ടുപിടിക്കാം. കാരണം IA പ്ലസ് IB പ്ലസ് IC = 0 കിട്ടും. അതിനകത്ത് നിന്ന് IC എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാം, മൈനസ് IA പ്ലസ് IB. ഇത് ക്ലിയറാണെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത് അവർ ചോദിച്ചേക്കുന്നത് ഫൈൻഡ് ദ സിമെട്രിക്കൽ കമ്പോണൻറ്റ് ഓഫ് ദി കറണ്ട്. വളരെ സിമ്പിളാണ്. നമുക്ക് എന്താണ് അറിയാം, 1/3 ഈ പറയുന്ന ഓരോന്നാണെന്നിട്ട് എഴുതാം. IA0 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം, 1/3 IA പ്ലസ് IB പ്ലസ് IC. അതിപ്പോഴേ നമുക്ക് എന്താ പറയുക, 0 ആണെന്ന് പറയാം. ഓക്കെ അല്ലേ? അടുത്ത എന്ത് പറയാം, IA1 എന്ന് പറഞ്ഞാൽ നമുക്ക് 1/3 IA പ്ലസ് ആൽഫ IB പ്ലസ് ആൽഫ സ്ക്വയർ. അതേപോലെ IA2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാം, 1/3 പ്ലസ് IA പ്ലസ് ആൽഫ സ്ക്വയർ IB പ്ലസ് ആൽഫ S. ഇത് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം നിർബന്ധമായിട്ട് ഓർത്തിരിക്കുക. ഒരു രീതി ചെയ്യാനാണ്, ഒരു എളുപ്പമാർഗ്ഗം ചെയ്യാനാണെങ്കിൽ IAയും IBയും IC എല്ലാം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ, വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ അപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ ABC എന്ന് പറഞ്ഞാൽ സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുക. എന്നിട്ട് അത് കോൾ ഫോർ ചെയ്യുന്നത് ഈ പറഞ്ഞ ഇക്വേഷനിൽ കോൾ ഫോർ ചെയ്യുന്നതായിരിക്കും വളരെ സിമ്പിൾ. അവിടെ ഒരു കാര്യം ഓർത്തുകൊള്ളുക, ഈ ആൽഫ ഉണ്ടല്ലോ, ഇവിടെയുള്ള ആൽഫ എന്ന് പറഞ്ഞാൽ 1/120 ആണ്. നിങ്ങൾ നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ കോംപ്ലക്സ് എടുക്കുക, ഈ പറഞ്ഞു വന്ന ആൽഫയും അങ്ങ് D ആയിട്ടോ അല്ലെങ്കിൽ M ആയിട്ടോ വല്ലതും അങ്ങ് സേവ് ചെയ്യുക. എന്നിട്ട് ഇതേ ഇക്വേഷനിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട, കാൽക്കുലേറ്റർ ചെയ്തോളും. നേരെ ആ വാല്യൂ പുട്ട് ചെയ്തിട്ട് ഇക്വേഷൻ എഴുതുക, വാല്യൂ പുട്ട് ചെയ്ത് ആൻസർ മാത്രം നിങ്ങൾ ഇതിലെഴുതിയാൽ മതിയാവും, ബുക്കിൽ എഴുതിയാൽ മതിയാവും, അല്ലെങ്കിൽ പരീക്ഷാ ഹാളിൽ എഴുതിയാൽ മതിയാവും. ശരിയല്ലേ? വളരെ സിമ്പിളായിട്ട് ആൻസർ കിട്ടും, തെറ്റുകയില്ല. പിന്നെ ഒരു പ്രത്യേകതയുണ്ട്, കാൽക്കുലേറ്ററിലാകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്തുകൂടെ ചെയ്യാം, ഈ പറഞ്ഞു വന്ന വാല്യൂസ് വേണമെങ്കിൽ തിരിച്ചു കൊടുക്കാനും പറ്റും. അതെ, ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും വാല്യൂസ് വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻ കാണുമ്പോൾ തന്നെ അറിയാം. അതിലെന്തെങ്കിലും വേരിയേഷൻ വരണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാം. വാല്യൂ ഇട്ട് കൊടുത്ത് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം സ്റ്റോർ ചെയ്ത് വിത്തിൻ സെക്കൻഡ് ആൻസർ കൃത്യമായിട്ട് കിട്ടുന്നു. ഓക്കെയാണ്. അപ്പോൾ അടുത്ത നമ്മുടെ ഒരു പ്രോബ്ലം തന്നെയാണ്, അത് നമുക്ക് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ എക്സ്പ്ലെയിൻ സർക്യൂട്ട് ബ്രേക്ക് റേറ്റിംഗ് ആർ ചൂസൺ. ഇവിടെ നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്. സർക്യൂട്ട് ബ്രേക്കിൻ്റെ കേസിൽ നമ്മൾ പറയും സിമെട്രിക്കൽ കറണ്ട് RMS വാല്യൂ. ഓക്കെ അല്ലേ? സിമെട്രിക്കൽ കറണ്ടാണ് ഉണ്ടാകുന്നത്. സിമെട്രിക്കൽ കറണ്ട് ഏത് കമ്പോണൻറ്റ്, ഏത് സമയത്ത് നമ്മുടെ ഈ പറഞ്ഞു വന്ന നമ്മുടെ ഈ കമ്പോണൻറ്റ്, ശരിയല്ലേ? സിമെട്രിക്കൽ AC കമ്പോണൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ സിമെട്രിക്കൽ ആദ്യത്തെ സബ്സിങ്കർണസ് സമയത്തുള്ള കറണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ആ കറണ്ടിൻ്റെ ബേസിസിലായിരിക്കും എന്തുണ്ടാക്കുന്നത്, നമ്മൾ ഈ പറഞ്ഞു വന്ന സർക്യൂട്ട് ബ്രേക്കറിന് റേറ്റിംഗ് ഉണ്ടാക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ആൾട്ടർനേറ്റർ ആൻഡ് സിങ്ക്രണസ്, അവിടെയും ഒരു പ്രോബ്ലമാണ്, അത് നമുക്ക് ചെയ്യാം. ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞെങ്കിൽ ലൈൻ ഗ്രൗണ്ട് ടു വോൾട്ടേജ് സൈഡ് 100 kV 33 kV 38 kV on a phase ABC. Okay, the voltage of the phase A leads by B 100 degree and lags the phase C by 176.5 degree. Determine the symmetrical component of the voltage. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ആകെ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് പറയാം. നമ്മൾ ആദ്യം A എന്ന് പറഞ്ഞ് എപ്പോഴും IA എന്ന് പറഞ്ഞ കമ്പോണൻ്റ് ടേമിനെ റെഫറൻസ് ആക്കി എടുക്കേണ്ടത്, അത് ഓർത്തിരിക്കണം.
കേസ്. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പ്രോബ്ലം തെറ്റും. കാരണം നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, IA, IB, IC വെച്ചിട്ടാണ്, അല്ലെങ്കിൽ IA1, IA2, IA0 വെച്ചിട്ടാണ് IBയും IC എല്ലാം നമ്മൾ ഡെറൈവ് ചെയ്യുന്നത്, ശരിയല്ലേ? അപ്പോൾ ആദ്യം ഒരു കാര്യം ഓർത്തോളാം, അവർ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ വി ഡോണ്ട് നീഡ് ടു കെയർ. കാരണം അവർ റെഫറൻസ് വെച്ചാണ് എല്ലാത്തിനും ചെയ്തേക്കുന്നത്. അവർ വാല്യൂ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ യു ഹാവ് ടു ടേക്ക് ലൈക്ക് ദാറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞു വന്ന IA ലീഡ്സ് ദ IB by 100, ഈ പറഞ്ഞു വന്ന IC ഈസ് ഈക്വൽ ടു 176. അപ്പോൾ IA നമ്മൾ എഴുതുമ്പോൾ 100 കിലോവാട്ട് എഴുതണ്ട, 100 ∠0. IB എഴുതുന്ന സമയത്ത് നമ്മൾ എന്തെഴുതി, IB എഴുതുന്ന സമയത്ത് A ലീഡ് ദ B by 100 എന്നാണ്. അപ്പം എന്ത് നമുക്ക് എഴുതാം, 33 ∠−100. അടുത്ത IC ഈസ് ഈക്വൽ ടു 38 C ലാക്സ് ദി ഇത് എത്ര പറഞ്ഞേക്കുന്നത്, 176. കറക്റ്റ് അല്ലേ? ഇത് ക്ലിയറാണെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും ക്ലിയർ ആയാൽ പിന്നെ വളരെ സിമ്പിളാണ്. കാരണം ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി നമ്മളെന്താ പറഞ്ഞത്, സീക്വൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ IA1 ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു IA പ്ലസ് ആൽഫ IB പ്ലസ് ആൽഫ സ്ക്വയർ IC. IA2 ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു IA പ്ലസ് ആൽഫ സ്ക്വയർ IB പ്ലസ് ആൽഫ IC. അടുത്ത IA0 ഈസ് ഈക്വൽ ടു IA പ്ലസ് IB പ്ലസ് IC. ഇവിടെ ഒന്നുകൂടെ പറയുന്നു, ഈ വാല്യൂ ABC എന്ന് പറഞ്ഞ് സേവ് ചെയ്യുക, ആൽഫയുടെ വാല്യൂ 1/120 എന്ന് പറഞ്ഞ് സേവ് ചെയ്യുക. ബാക്കിയെല്ലാം കാൽക്കുലേറ്റ് ചെയ്തോളും. ഓരോന്നും നമ്മൾ എന്ത് ചെയ്യുക, കോൾ ചെയ്യുക, ഇക്വേഷനിൽ പുട്ട് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് ആൻസർ കിട്ടിക്കോളും. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഓഫ് ദ കറണ്ട് ലൈൻ കറണ്ട് ടു അൺലോഡഡ് ജനറേറ്റർ. ഡിറൈവ് ദ ഇക്വലന്റ് നെറ്റ്വർക്ക് ഓഫ് ഷോയിങ് ദ ഇന്റർകണക്ഷൻ ഓഫ് നെറ്റ്വർക്ക് ടു സിമുലേറ്റ് സിംഗിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫാൾട്ട്. LG ഫാൾട്ടാണ്, സെയിം ഡിറ്റോ ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചേക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ പറയുകയാണെങ്കിൽ ആൾട്ടർനേറ്റർ, ഇതാണ് നമ്മുടെ പ്രോബ്ലം. ഈ പ്രോബ്ലം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ചെയ്യേണ്ടി വരുന്നുള്ളത്. ആ കാരണം എവിടം വരെ നമ്മുടെ പ്രോബ്ലത്തിൻ്റെ ആഴം പോകുന്നിടത്ത് മനസ്സിലാവും. പക്ഷെ ഒന്നുകൊണ്ട് ഞാൻ പറയാം, ഇതും ചെയ്യാൻ മേലാത്ത ഒന്നുമല്ല. ഈ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മുടെ ഗേറ്റ് പരീക്ഷയ്ക്കൊക്കെ വരുന്നത്. അത്രയൊന്നും ഞാൻ പറഞ്ഞില്ല. ഈ പറയുന്ന നമ്മുടെ ഇതിൽ എന്നാ പറയുന്നത്, BTechന് ക്ലാസ് പരീക്ഷയ്ക്ക് നമ്മൾ വരുന്നുണ്ട്. പക്ഷേ എന്നാൽ ഒരു കാര്യമുണ്ട്, ഇത് ബെറ്റർ യു ഡോണ്ട് ഗോ ഫോർ ദാറ്റ്. ഞാൻ അതിന് കാരണങ്ങൾ പറഞ്ഞു തരാം. ഇത് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് എന്തുമാത്രം കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടി വരുന്നു. പിന്നെ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ പ്രോബ്ലം, അല്ലെങ്കിൽ ഈ പ്രോബ്ലത്തിലാണ് എനിക്ക് താല്പര്യം, ഞാനത് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദാറ്റ്. അപ്പോൾ നമുക്ക് എനിവേ ഇതിൻ്റെ ഈ ക്വസ്റ്റിൻ്റെ ഇതൊന്നും പഠിക്കാം. ആൾട്ടർനേറ്റർ ആൻഡ് സിംഗ്രണസ് മോട്ടർ റേറ്റഡ് 50 MVA 13.0 kW ഹാവിങ് എ സബ് ട്രാൻസിയൻറ്റ് റിയാക്ടൻസ് 20%. സബ് ട്രാൻസിയൻ്റ് ആണിത് 20%. and are connected through a transmission line reactance 10%. On the base of a machine rating, the motor acts as a load of 30 megawatt 0.8 power factor lead and a terminal voltage 12.5 kVA. When the three-phase fault takes place, the motor terminals determine the subtransient current in the alternator and motor and fault. Clear? ഇവിടെ ഒന്നുകൂടെ നമുക്ക് പറയാം. നമ്മുടെ ഈ പറഞ്ഞു വന്ന ജനറേറ്ററുണ്ട്, മോട്ടറുണ്ട്, അത് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഇതുണ്ട്, എന്തുണ്ട്, ഒരു റിയാക്റ്റൻസ് പറയുന്നുണ്ട്, ലൈൻ റിയാക്റ്റൻസ്. ഇത് മോട്ടർ ആക്ട് ആസ് ലോഡ് ഓഫ് 30 മെഗാവാട്ട് 0.8 പവർ ഫാക്ടർ ലീഡാണ്. ടെർമിനൽ വോൾട്ടേജ് 12.5 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് വെൻ എ 3-phase fault take place at the motor terminal, determine the subtransient current in the alternator. ഓക്കെയാണ്. അപ്പോൾ മോട്ടർ ആൻഡ് ഫാൾട്ട്, നമുക്ക് അതിനൊരു പുതിയ പേജ് എടുക്കാം. നമ്മളപ്പോൾ പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓരോ വാല്യൂസ് നമുക്ക് എഴുതാം. ബേസ് കറണ്ട് നമുക്ക് ആ വാല്യൂസ് നമുക്ക് എഴുതുകയാണെങ്കിൽ 50 MVA, താഴെ KVA ആയതുകൊണ്ടാണ് നമ്മൾ MVAക്ക് 6 എടുക്കാതെ 3 എടുത്തത്. √3 ഇൻറ്റു നമുക്കിപ്പുറത്ത് നമുക്ക് നമ്മുടെ വോൾട്ടേജ് നോക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും, 13.2 കിട്ടും. ഇത് ബേസ് കറണ്ട് കിട്ടും. ഓക്കെ അല്ലേ? ഇതേപോലെ തന്നെ പറയുന്ന പ്രീ ഫാൾട്ട് വോൾട്ടേജ്
നമ്മൾ പറഞ്ഞത് 12.5 ആണ് അവിടെ അവർ വോൾട്ടേജ് പറഞ്ഞേക്കുന്നത്. 13.8 അല്ല 5. ആ വാല്യൂ എത്ര കിട്ടുമെന്ന് ചോദിച്ചാൽ 0.9469. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്തെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബേസ് കറണ്ട് കണ്ടുപിടിച്ചു, ഈ പറഞ്ഞു വന്ന പ്രിഫാൾട്ട് വോൾട്ടേജ് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ പറയുന്നത് നമ്മുടെ വോൾട്ടേജിൻ്റെ പടം വരച്ചാൽ ഇങ്ങനെയാണ് പടം വരുന്നത്. അവിടെ നമുക്ക് ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഇത് 0.2 J ohm, ഇത് 0.1 J ohm, ഇത് 0.2 J ohm. ഇവിടെ ക്ലിയർ ആണെന്ന് ഓർക്കുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്ന ഫാൾട്ട് ഇത്രയും ക്ലിയർ അല്ലേ? 3 ഫേസ് ഫാൾട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന കേസിൽ നമ്മൾ പറയുന്നത് എന്താണെന്നറിയോ, ഇവിടെ നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ഇവിടെ ഇങ്ങനെ ഒരു പോയിന്റ് എടുത്താൽ ഈ പോയിന്റിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ടെർമിനൽ എ ബി എന്ന് എടുക്കുകയാണെങ്കിൽ ആ ടെർമിനൽ അക്രോസ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? തെവനിയൻ വോൾട്ടേജും തെവനിയൻ ഇമ്പിഡൻസ് അല്ലെങ്കിൽ റിയാക്റ്റൻസ്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാം? ഈ പറയുന്ന 0.3 × 0.2 ഡിവൈഡഡ് ബൈ 0.5 വരും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 0.12 വരും. ഓക്കെ അല്ലേ? അതാണ് ശരിക്കും പറയുന്നത് നമ്മുടെ തെവനിൻ ഇക്വലൻ്റ് കിട്ടുന്ന 0.1 J per unit. നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് എന്താണ് നമ്മുടെ പ്രീഫാൾട്ട് വോൾട്ടേജ്. അപ്പോൾ നമ്മുടെ പെർ യൂണിറ്റ് ഫാൾട്ട് കറണ്ട് ഇവിടെ നമുക്ക് എന്തറിയാം? വോൾട്ടേജ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു 0.9469. കാരണം ഇവിടുത്തെ വോൾട്ട് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 12.5 എന്താണ് 12.5 കിലോ വോൾട്ടാണ് അവർ തന്നിട്ടുണ്ട് ഇതിലെ ബുക്കിൽ. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? 13.5 ആണ് നമ്മുടെ പെർ യൂണിറ്റിൻ്റെ മറ്റേ ബേസ് വാല്യൂ വരുന്നത്. അത് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ പറഞ്ഞ 9469 കിട്ടി. അത് ഡിവൈഡ് ചെയ്യാൻ 0.9469 ഡിവൈഡഡ് ബൈ 0.12. അത് നമുക്ക് വാല്യൂ കിട്ടുന്നത് J 7.89. അവിടെ ഒരു കാര്യം അറിയേണ്ടതെന്ന് വെച്ചാൽ നെഗറ്റീവ് ഉണ്ട്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, നെഗറ്റീവാണ്. ഓക്കെ അല്ലേ? ഇവിടെ വരെ ക്ലിയറാണ്. ഇനി അടുത്ത് പറയുന്ന ഫാൾട്ട് കറണ്ട് പറയുകയാണെങ്കിൽ ഫാൾട്ട് കറണ്ട് പറഞ്ഞു ഫുൾ ലോഡ് current before fault take place. I full load അല്ലെങ്കിൽ ബിഫോർ ഫാൾട്ടിന് മുമ്പുണ്ടായിരുന്ന കറണ്ട് എത്രയാണ്? അത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്കറിയാം അവർ തന്നിട്ടുണ്ട് 30 MVA എന്ന് പറഞ്ഞിട്ടുണ്ട്. √3 12.5 × 0.8. ഇതിപ്പോൾ മോട്ടറിൻ്റെയാണ് പറഞ്ഞു വരുന്നത്. മോട്ടറിൻ്റെ ഫുൾ ലോഡ് കറണ്ട് ഏത് സമയത്ത് ബിഫോർ ഫാൾട്ട് ഉണ്ടാകുന്നതിന് മുമ്പ് എത്രയായിരുന്നു? അവർ അതിൻ്റെ പവർ ഫാക്ടർ തന്നിട്ടുണ്ട്. ഈ പറഞ്ഞു വന്ന വോൾട്ടേജ് നമുക്ക് കിലോ വോൾട്ട് അറിയാം. ഇത് നമുക്ക് എത്രയാണ്? MVAയിലാണ്, പക്ഷേ കിലോയും MVAയുടെ വെട്ടിപ്പോകുന്നതാണ് 30 × 10³ എന്ന് വന്നത്. ഈ വാല്യൂ നമുക്ക് എത്ര കിട്ടുന്നറിയോ? 1732 amps. ഇവിടെ വരെ ക്ലിയറാണെന്ന് വിശ്വസിക്കുന്നു. പെർ യൂണിറ്റ് ലോഡ് കറണ്ട് പെർ യൂണിറ്റ് ലോഡ് കറണ്ട് എന്ന് പറയുന്നത് 1732 ഡിവൈഡഡ് ബൈ ഈ പറഞ്ഞു വന്ന ഇവിടെ വരുന്ന വാല്യൂ എത്രയാണ്? നമുക്ക് നമ്മുടെ ആദ്യം കണ്ടുപിടിച്ച വാല്യൂ ഇതെത്രയായിരുന്നു? ബേസ് കറണ്ട് എത്ര കിട്ടുമെന്ന് ചോദിച്ചാൽ 2186. അപ്പോൾ ആ 2186 കൊണ്ട്
ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ വാല്യൂ എത്ര കിട്ടും ചോദിച്ചാൽ 0.793623 ആണ്. 7923 ആംഗിൾ 36.8. ഈ പ്ലസ് 36.8 വരാനുള്ള കാരണം അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്ത്, നമ്മുടെ ഈ പറഞ്ഞ പവർ ഫാക്ടർ 0.8 ആണ്, അതിൽ നിന്നാണ് 36.8 കിട്ടുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ വാല്യൂ നമുക്ക് കിട്ടി, അതിൻ്റെ ആംഗിളും കിട്ടി. ഇവിടെ നിന്ന് നമ്മൾ പറയുന്നത് പെർ യൂണിറ്റ് ഫാൾട്ട് കറണ്ട് സപ്ലൈഡ് ബൈ ദ മോട്ടർ. ഇനിയും പറയുന്നത് അടുത്ത് നമ്മൾ പറയുന്നത് എന്തറിയോ, പെർ യൂണിറ്റ് ഫാൾട്ട് കറണ്ട് സപ്ലൈഡ് ബൈ ദി മോട്ടർ. പെർ യൂണിറ്റ് ഫാൾട്ട് കറണ്ട് സപ്ലൈഡ് ബൈ മോട്ടർ. അതെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ ചോദിച്ചാൽ, ഇവിടെ നമുക്കൊരു IF കിട്ടിയിട്ടുണ്ട്. ഈ IFൽ എത്ര പാർട്ട് ഇവിടുന്ന് കിട്ടുന്നുണ്ട്, എത്ര പാർട്ട് ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് IFM എന്ന് വിളിക്കാം, ഇത് IFG എന്ന് വിളിക്കാം. അപ്പോൾ IFM എന്ന് പറയുന്നത് നമുക്കറിയാം, ഇവിടുത്തെ കറണ്ട് നമുക്ക് ഓൾറെഡി അറിയാം. കറണ്ട് ഡിവിഷൻ റൂളാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. കറണ്ട് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്കെന്ത് പറയാം, ഈ പറഞ്ഞ IF ഇൻറ്റു ഇവിടുത്തെ IFM ആണ് കണ്ടുപിടിക്കുന്നത്. ഇവിടുത്തെ റെസിസ്റ്റൻസ് 0.3 ഡിവൈഡഡ് ബൈ 0.3. അതേപോലെ തന്നെ IGM ആണ് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ IFG ആണ് ഫാൾട്ട് കറണ്ട് ഡ്യൂ ടു ജനറേറ്റർ. അത് കണ്ടുപിടിക്കുന്ന സമയത്താണെങ്കിൽ IFG ആണെങ്കിൽ നമ്മൾ പറഞ്ഞു വരുന്നത് ഈ പറഞ്ഞു വരുന്ന IF ഇൻറ്റു ഇവിടുത്തെ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ക്ലിയറാണെന്ന് വിശ്വസിക്കുന്നു. ഇത് കറണ്ട് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്തത് ഓപ്പോസിറ്റ് സൈഡിലെ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ആണ് ആ റെസിസ്റ്റൻസ് പറയേണ്ടത്. ശരിയല്ലേ? അപ്പോൾ അത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് IFGയും ഈ പറഞ്ഞ IFMും കിട്ടി. ഈ IF വാല്യൂ എത്ര വരും ചോദിച്ചാൽ, IFൻ്റെ വാല്യൂ -0.789 ആണ്. അതിൽ നിന്ന് നമ്മൾ ഈ പറഞ്ഞു വന്ന മൾട്ടിപ്ലിക്കേഷൻ എല്ലാം കഴിയുമ്പം 3/5 കഴിയുമ്പം -4.734 ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ IFG ചെയ്യുന്ന സമയത്ത് -3.156 നെറ്റ് കറണ്ട് സപ്ലൈഡ് ബൈ ദി ജനറേറ്റർ ഡ്യൂറിങ് ഫാൾട്ട്. ഇവിടെ നമുക്ക് അറിയാവുന്നൊരു കാര്യമുണ്ട്, ഈ പറഞ്ഞു വന്ന ജനറേറ്ററിലുള്ള കറണ്ട് നമുക്കറിയാം. അപ്പോൾ ഈ പറയുന്ന വാല്യൂടെ ആഡ് ചെയ്യുന്നു, ഏത് 3.176ഉം മറ്റേ നേരത്തെ ഉണ്ടായിരുന്ന ഇവിടുത്തെ വാല്യൂ കറണ്ടും ഏതാണ്, ഈ പറഞ്ഞു വന്ന ഈ വാല്യൂ. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത് പറയുകയാണെങ്കിൽ ബേസ് കറണ്ട് നമ്മൾ പറഞ്ഞു ഈ വാല്യൂ ചെയ്തു, ആദ്യം ചെയ്തു. അതിനുശേഷം ബേസ് പ്രിഫാൾട്ട് വോൾട്ടേജ്, അതുപോലെ ഈ പോയിന്റിലെ വോൾട്ടേജ് ആവശ്യം, അതിപ്പോൾ 0.9469 കിട്ടി. അതാണ് നമ്മുടെ തെവനിൻ വോൾട്ടേജ് വരുന്നത്. അതിനുശേഷം നമ്മൾ തെവനിൻ ഇക്വലൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു ഫാൾട്ടിന് അക്രോസ് വരുന്നത്. കാരണം ഇവിടെ ഇപ്പോൾ ഒറ്റ ലോഡായിട്ട് ഒറ്റ വോൾട്ടേജ് സോഴ്സായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ക്ലിയറാന്ന് വിശ്വസിക്കും. VTH നമുക്കറിയാം, തെവനിൻ ഇക്വലൻ്റ് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും, ZTH ഇതാണ് നമ്മൾ കാണുന്നത് AB. ശരിയല്ലേ? അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഉള്ള കണ്ടീഷനാണ് വരുന്നത്. അപ്പോൾ ഇതിന് മുഴുവനായിട്ട് നമ്മൾ ഇക്വലൻ്റ് ഉണ്ടാക്കുകയാണ്. ശരിയല്ലേ? അപ്പോൾ അവിടെ ഉണ്ടാകുന്നത് ഈ ഇതിനെ ക്രോസ് കിട്ടുന്ന വോൾട്ടേജിനാണ് തെവനിൻ ഇക്വലൻ്റ്. അപ്പോൾ ആ വോൾട്ടേജ് നമുക്ക് 0.9469 കിട്ടി. അടുത്ത ഈ പറഞ്ഞു വന്ന നമ്മുടെ 0.12 കിട്ടി. അതിനുശേഷം നമ്മൾ പറയുന്നത് ഫാൾട്ട് കറണ്ട് കണ്ടുപിടിക്കുകയാണ്. അത് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ഫാൾട്ട് കറണ്ട് കിട്ടി. കാരണം ഡാം ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇതിനെ വേണ്ടി ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബിഫോർ ദി ഫാൾട്ടിന് മുമ്പാകുന്ന സമയത്ത് ഇതൊന്നുമില്ല, ഇങ്ങനെ കറണ്ട് ഒഴുകുന്നുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ ലോഡ്. ശരിയല്ലേ? അപ്പോൾ ആ കറണ്ടാണ് ഇപ്പം കണ്ടുപിടിച്ച് വെച്ചത്. അത് നമ്മളെന്ത് ചെയ്തു, ഐ ഫാൾട്ടിൻ്റെ വാല്യൂ 1732 ചെയ്തു. പിന്നെ പെർ യൂണിറ്റ് ലോഡ് കറണ്ട് എന്ന് പറയുന്നത് നമ്മളെന്ത് ചെയ്തു, ഡിവൈഡർ ബൈ ബേസ് കറണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് പെർ യൂണിറ്റ് അതും കിട്ടി. പക്ഷേ അവിടെ ആംഗിൾ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ലോഡ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, ലീഡിങ് പവർ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് +36.8 അല്ലെങ്കിൽ ലാഗ് ആണെങ്കിൽ എപ്പോഴും കറണ്ട് നമ്മൾ നെഗറ്റീവ് ആയിട്ടാറ്. പക്ഷേ ഇവിടെ ഇപ്പോൾ നമുക്ക് എന്താണ് +36. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ഈ പറഞ്ഞു വന്ന ഇവിടേക്ക് കറണ്ട് ഒഴുകുന്നത് നമുക്കറിയാം. ഇവിടെ ഫാൾട്ടിലേക്ക് കറണ്ട് ഒഴുകുന്നത്, ആ കറണ്ടിൽ എത്ര പെർസെൻറ്റേജ് മോട്ടോർ കൊടുക്കുന്നുണ്ട്, എത്ര പെർസെൻറ്റേജ് ഇത് കൊടുക്കുന്നത് കണ്ടുപിടിച്ചാൽ
ജനറേറ്റർ കൊടുക്കുന്നത്. അതാണ് IFM IFG. ക്ലിയർ അല്ലേ? അവിടെ പറയാൻ കഴിഞ്ഞ വെച്ചാൽ നമ്മൾ വീണ്ടും പറയുന്നത് എന്താ ചോദിച്ചാൽ ഈ പറഞ്ഞു വന്ന IG എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാം, ഈ പറഞ്ഞു വന്ന നമ്മളെ ഇതിന്റെ എത്ര പെർസെന്റേജ് ആണ്, അല്ലെങ്കിൽ IFG പ്ലസ് I ലോഡ്. ക്ലിയർ ആണ് വിശ്വസിക്കും. ഇനി IM എന്ന് പറഞ്ഞാലോ, IM എന്ന് പറഞ്ഞാല് IFM പ്ലസ് I ലോഡ് മൈനസ് I. ഇത് IFM എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ലോഡിലേക്കാണ് കണ്ടുകൊടുക്കുന്നത്. അതുകൊണ്ട് ആ കറണ്ട് നമ്മുടെ പറയുന്ന നമ്മുടെ പെറിയൂട്ട് ലോഡ് കറണ്ട് എന്ന് പറഞ്ഞ് കിടക്കുന്നത് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ, ഇത് മൈനസ് ആണ്. ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കും. വേറെ ഒന്നുമല്ല, ആ പറയുന്ന കറണ്ട് എങ്ങോട്ടാണ് ഒഴുകുന്നത്, തിരിച്ചാണ് ഒഴുകുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ അതുകൊണ്ട് മൈനസ് IL എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ലോഡ് കറണ്ട്. ആ ലോഡ് കറണ്ട് നമുക്ക് തിരിച്ചായി ഒഴുകുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഇത് വാല്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് വാല്യൂ കിട്ടും. IFB പ്ലസ് IL എന്ന് പറയുമ്പോൾ നമുക്ക് കേട്ട് വാല്യൂ നമുക്ക് നോക്കാം. 2.75 755 അതേപോലെ ഇതെത്ര കിട്ടി, മൈനസ് 5.247. അപ്പം ഈ പറഞ്ഞു വന്ന ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് പറയാം, ഈ 5.27 നമ്മൾ എന്തോട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇൻറ്റു ഈ പറഞ്ഞ ബേസ് വാല്യൂ 2156 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആ സമയത്ത് നമുക്ക് കാട്ടുന്ന വാല്യൂ എത്രയായിരിക്കും, 11,400. ഈ പറഞ്ഞ 2.75 നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇൻറ്റു 2187 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2186 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് വാല്യൂ കിട്ടുന്നത് 6022 ആംപിയർ. ഇനി ഐ ഫാൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ അറിയാം, ഫാൾട്ട് കറണ്ട് നമുക്ക് ഓൾറെഡി അറിയാം 7.8 ആണ്. ഇൻറ്റു ഈ പറഞ്ഞ 2.7 ചെയ്യുമ്പോഴത്തേക്ക് എത്രയായിട്ട് നമുക്ക് വാല്യൂ കിട്ടുന്നത് 17,240. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സത്യത്തിൽ ഇവിടെ ശ്രദ്ധിക്കാൻ മനസ്സിലാവും. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ആദ്യം തൊട്ട് തുടങ്ങുകയാണെങ്കിൽ ആദ്യം ബേസ് കറന്റ് കണ്ടുപിടിച്ചു, അതിനുശേഷം പ്രീഫാൾട്ട് വോൾട്ടേജ് കണ്ടുപിടിച്ചു. ആ വോൾട്ടേജ് നമുക്ക് ഈ പറയുന്ന അവിടെയാണ് തെവനിൻ ഇക്വലന്റ് എന്ന് മനസ്സിലായി. അതിനുശേഷം ആ പോയിന്റ് വെച്ചോണ്ട് AB എന്ന് പറഞ്ഞ പോയിന്റ് വെച്ചോണ്ട് വോൾട്ടേജിനെ രണ്ടിനെയും ഷോർട്ട് ചെയ്തു. കാരണം തെവനിൻ കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ വോൾട്ടേജിനെ ഷോർട്ട് ചെയ്യും. അങ്ങനെ ചെയ്തുകൊണ്ട് ഇതിന്റെ ഇമ്പിഡൻസ് കണ്ടുപിടിച്ചു, ZTH അല്ലെങ്കിൽ XTH. ആ XTH കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ഫാൾട്ട് കറന്റ് കണ്ടുപിടിച്ചു, ഫാൾട്ട് കറന്റ് കിട്ടി. XTH കണ്ടുപിടിച്ചു, ഫാൾട്ട് കറന്റ് കിട്ടി. ഫാൾട്ട് കറന്റ് കിട്ടിയിട്ട് അതിനുശേഷം ലോഡ് കറന്റോടെ കൺസിഡർ ചെയ്യണം. കാരണം നമ്മളിവിടെ പറയുന്നത് സബ് ട്രാൻസിയൻ ടൈമിലുള്ള കണ്ടീഷനാണ്. സബ് ട്രാൻസിയൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആഫ്റ്റർ ദി സ്വിച്ച് അല്ലെങ്കിൽ ഫാൾട്ട് ഓക്കുക. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ജനറേറ്ററിന്റെയും മോട്ടറിന്റെയും വോൾട്ടേജ് ഇല്ലാതാകുന്നില്ല, ഉണ്ട് അവിടെ. അപ്പൊ അതേപോലെ നിലനിൽക്കുന്നുണ്ട്. ആ ഫാൾട്ട് കറന്റിനോടെ കൺസിഡർ ചെയ്ത് പറ്റുള്ളൂ, സോറി ലോഡ് കറന്റിനോടെ കൺസിഡർ ചെയ്ത് പറ്റുള്ളൂ. അതുകൊണ്ട് ബിഫോർ ഫാൾട്ട് നമുക്ക് ലോഡ് കറണ്ട് എത്ര, ഫുൾ ലോഡ് കറണ്ട് എത്ര നമ്മൾ കണ്ടുപിടിച്ചു, അതാണ് 1732. അത് ഈ പറഞ്ഞു വന്ന പെറിയോഡിക് ലോഡ് കറണ്ട് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ബേസ് കറണ്ടുമായിട്ട് നോക്കുമ്പോൾ എത്ര ഉണ്ടെന്ന് നോക്കി. അത് 0.7923 ആംഗിൾ 36 പോയിന്റ്. ഈ ആംഗിൾ 36 പോയിന്റ് എവിടെ ഇട്ട് ചോദിച്ചാൽ നമ്മുടെ ഈ പറഞ്ഞു വന്ന എന്തിൻ്റെ അതൊന്ന് നമ്മുടെ ലോഡിന്റെ പവർ ഫാക്ടറിൻ്റെ അകത്ത് കിട്ടി. ഇത് കഴിഞ്ഞേച്ച് നമ്മൾ പറഞ്ഞത് മുന്നോട്ട് കൊടുക്കുന്ന ഫാൾട്ട് കറണ്ടിന്റെ എത്ര പെർസെൻറ്റേജ് മോട്ടർ കൊടുക്കുന്നു, എത്ര പെർസെൻറ്റേജ് ജനറേറ്റർ കൊടുക്കുന്നു കണ്ടുപിടിച്ചു. അതിനുശേഷം ആ വാല്യൂ ഈ ലോഡ് കറണ്ടോട് ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഈ പറഞ്ഞു വന്ന IG കിട്ടി. ഇതിന്റെ കേസിൽ എന്ത് ചെയ്തു, നമുക്ക് ഈ പറഞ്ഞു വന്ന IFM ഉണ്ട് IL ഉണ്ട്. ആ രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 5.247 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടി. ഈ രണ്ട് വാല്യൂസ് കൂടെ ചേർന്ന് വെച്ച് നമുക്ക് എന്ത് പറയാം, നമ്മുടെ ഈ പറയുന്ന വാല്യൂസ് കിട്ടി, ഫുൾ ലോഡ് കറണ്ട് കിട്ടി. അതിനെ നമ്മൾ ബേസ് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കറണ്ട് കിട്ടി. ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എളുപ്പമല്ല, പക്ഷെ ഒന്നുണ്ട്, ജസ്റ്റ് റിമെമ്പർ ദിസ് തിങ്സ് ഹൗ മച്ച്. ഇതിൻ്റെ അകത്ത് ഒരു കാരണമുണ്ട്, ഈ പോയിന്റൊക്കെ ഒന്ന് കൃത്യമായിട്ട് എഴുതി പോയാൽ തന്നെ നിങ്ങൾക്ക് ഉൾമാർക്ക് കിട്ടേണ്ടതാണ്. പിന്നെ നമ്മുടെ ഈ പറഞ്ഞു വന്ന നമ്മുടെ വാതകയ്ക്കകത്ത് പോലും കൊടുത്തിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന സോഴ്സ് കാണിച്ചിട്ടില്ല. ഈ സോഴ്സ് കാണിക്കാതെ വെച്ചാൽ അത് തെവനെ RTH കണ്ടുപിടിക്കുന്ന സമയത്ത് മാത്രമാണ്, സോറി അല്ലെങ്കിൽ XTH കണ്ടുപിടിക്കുന്ന സമയത്ത്.
അതായത് തെവനിൻ ഇക്വലിന്റെ ഇമ്പിഡൻസ് കണ്ടുപിടിക്കുന്ന സമയത്ത് മാത്രമാണ്, അല്ലെങ്കിൽ ഈ പടം വാലിന് തന്നെയാണ്. ഓക്കെ, ഇത് വരയ്ക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇത് വരച്ചു വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോർ ഫൈൻഡിങ് ദി XTH എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ 2 സോഴ്സിനെ ഒഴിവാക്കാം. അങ്ങനെയുള്ളൊരു പടം അവിടെ കൊടുത്തേക്കുന്നത്, അതുകൊണ്ടാണ് പറയാൻ കാരണം. അപ്പോൾ ഇതും അതും ഈ ക്വസ്റ്റ്യൻ അവിടെ തന്നെ ഉള്ളതാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുന്ന മുതൽ മനസ്സിലായി വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഒരു പ്രോബ്ലം തിരിച്ചു പറയാനുണ്ട്. ഏതാണ്? നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മോഡ്യൂൾ ഓക്കെയാന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ഇതേപോലെ തന്നെ ഒരു പ്രോബ്ലം നമ്മുടെ 1-2 പ്രോബ്ലം ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ ക്വസ്റ്റിനെ നോക്കുന്നില്ല. ഏതായാലും നിങ്ങൾ അതിൻ്റെ വരുന്ന മെയിൻ ചേഞ്ചുകൾ പറയാം. അവിടെ നമുക്ക് ട്രാൻസ്ഫോമർ വരുന്നുണ്ട്, അതിൻ്റെ ഒരു റിയാക്ടൻസ് വരുന്നുണ്ട്, ബാക്കി എല്ലാം സെയിം തന്നെയാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, അവിടെ റിയാക്ടൻസ് ഡയഗ്രാം മേ ബി വി ഹാവ് ടു റൈറ്റ്. അവിടെ ആ ക്വസ്റ്റ്യനുകൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ബാക്കിയുള്ളതെല്ലാം സെയിം തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ സബ് ട്രാൻസിയൻ റിയാക്ടൻസിലുള്ള അല്ലെങ്കിൽ സബ് ട്രാൻസിയനിലുള്ള കറണ്ടിനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കിയാണ് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതിയാവും. എനിവേ ഈ പറഞ്ഞ ഫസ്റ്റ് മോഡ്യൂളിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും പഠിച്ചു പോകാം. ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു, നിങ്ങളുടെ ഡെറിവേഷൻ നിങ്ങൾക്ക് എസ് കിട്ടിയിരിക്കണം, അത് ഉറപ്പായിട്ടും വിട്ടു പോകരുത്. ബാക്കിയുള്ള ചെറിയ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്, അതുകൂടെ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകാൻ നോക്കുക. ഓക്കെ.